പയ്യന്നൂർ പെരുമാളിന്റെ ആരാധനാ മഹോത്സവം ഗംഭീരമായി നടന്നു വരികയാണ്. ഒരു ദിവസം 3 തവണയായിട്ടാണ് ഭഗവതി സേവ നടക്കുന്നത്. ഉച്ചശീവേലിക്ക് ശേഷം ആദ്യം, വൈകുന്നേരം ഏതാണ്ട് ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഭഗവതി സേവ ആരംഭിക്കുന്നത്. കേളി, നാദസ്വരം, തായമ്പക എന്നീ ചടങ്ങുകളൊക്കെ അതിനുശേഷമാണ് നടക്കുന്നത്. പിന്നെ ശീവേലിക്കും വലിയ കൊട്ടിന് ശേഷം നടക്കുന്ന ഭഗവതി സേവ. ഈ ഒരു ചടങ്ങോട് കൂടിയിട്ടാണ് ആ ദിവസത്തെ ആരാധനാ മഹോത്സവം പൂർണ്ണമാകുന്നത്. ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് നടക്കുന്ന ഈ ഭഗവതി സേവ അതിന് അവകാശപ്പെട്ട, അർഹതപ്പെട്ട ഒരു കുടുംബമുണ്ട്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഇരുട്ടിക്കടുത്തുള്ള ഒരു നമ്പ്യാർ കുടുംബം. ആ കുടുംബത്തിനാണ് തലമുറകളായി ഈ ഒരു ചടങ്ങ് നടത്താനുള്ള അവകാശം. തെയ്യമ്പാടി നമ്പ്യാർ എന്നാണ് ഈ കുടുംബത്തെ അറിയപ്പെടുന്നത്. ഉത്സവകാലമാകുമ്പോൾ അവർ പയ്യന്നൂർ അമ്പലത്തിലെത്തും. 2 ആഴ്ചത്തോളം ഇവിടെ തന്നെ താമസിച്ച് ഭഗവതി പാട്ട് നടത്തും. ഇതാണ് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു രീതി. ഇന്നിവിടെ ആ ഭഗവതി പാട്ടിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സ്വാഗതം. പയ്യന്നൂർ പെരുമാളിന്റെ സന്നിധിയിൽ ഒരേ ഒരു ദേവി സാന്നിധ്യമേ ഉള്ളൂ. അതാണ് കന്യാഭഗവതി. ഒട്ടുമിക്ക ഭക്തജനങ്ങളും പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ കഴിഞ്ഞാൽ വിശ്രമത്തിനായും നാമം ജപിക്കാനായും ഇരിക്കുന്ന ഇടമാണ് കന്യാഭഗവതിയുടെ മണ്ഡപം. ശീവേലിയോ വലിയ കൊട്ടോ കഴിഞ്ഞാൽ അമ്പലത്തിലെ ചടങ്ങുകൾ അവസാനിച്ചു എന്നതാണ് സാധാരണ ജനങ്ങളുടെ വിശ്വാസം. അപ്പോ ക്ഷേത്രത്തിന്റെ മതിലിന് പുറത്ത് നടക്കുന്ന കലാപരിപാടികൾ കാണാൻ ജനങ്ങളൊക്കെ അങ്ങോട്ട് പോകെ. ആ സമയത്താണ് ഭഗവതി സേവ എന്ന ചടങ്ങ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും ഈ ഒരു ചടങ്ങ് കാണാൻ സാധിക്കാറില്ല.